ഹായ് എവരി വൺ, വെൽക്കം ടു ഡ്രഗ് മീഡിയ. ഏവർക്കും ഡ്രഗ് മീഡിയയുടെ ലഡാക്ക് ട്രിപ്പിൻ്റെ പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് ഡേ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ മലപ്പുറത്തിൽ നിന്നും ഞങ്ങൾ ലഡാക്കിലോട്ട് പുറപ്പെടുന്ന ആദ്യത്തെ ദിവസമാണിത്. ഞങ്ങളിന്ന് പോകുന്നത് നേരെ കാസർഗോഡോട്ടാണ്. സോ ഈ വീഡിയോ പൂർണ്ണമായി കാണുന്നതിന് മുമ്പ് ലഡാക്ക് ട്രിപ്പിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലഡാക്ക് ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഉപകാരപ്പെടുന്ന അനവധി വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ ശ്രമിക്കുക, അത് അവർക്ക് ഉപകാരപ്പെടും. ടിപ്സ് ആയിരുന്നു. സോ ഞങ്ങൾ നേരെ മലപ്പുറത്തിൽ നിന്നും ലഡാക്കിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് കാസർഗോഡായിരുന്നു. കാസർഗോഡ് ജില്ലയിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണ്ട് അതിനുശേഷം അവിടെ നിന്ന് ലഡാക്കിലോട്ട് പോവുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ ആഗ്രഹിച്ചപ്പോൾ ഫസ്റ്റ് ഞങ്ങൾക്ക് കാസർഗോഡ് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നത് കാസർഗോഡിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള അവിടുത്തെ ആ ബെക്കൽ ഫോർട്ട് എന്നുള്ള ആ ഒരു കോട്ടയാണ് ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. സോ കാസർഗോഡ് റൂം എടുത്ത് താമസിച്ച് പിറ്റേ ദിവസം ഞങ്ങൾ നേരെ ബെക്കൽ ഫോർട്ട് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറപ്പെട്ടു. സോ നമുക്കെല്ലാം ഒരു പക്ഷേ ബെക്കൽ ഫോർട്ടിൻ്റെ ചരിത്രം അറിയാം എങ്കിൽ പോലും ഞാൻ എൻ്റെ ലൈഫിൽ ബെക്കൽ ഫോർട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. സോ അത് കാണാൻ വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അതിനാൽ തന്നെയായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്നും തലേ ദിവസം മലപ്പുറത്ത് നിന്നും ഇറങ്ങി നേരെ സ്ട്രൈറ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് അന്ന് രാത്രിയിൽ ഏകദേശം 2 മണിയാകുമ്പോൾ ഞങ്ങൾ കാസർഗോഡ് എത്തുകയും ഈ ബെക്കൽ ഫോർട്ടിനോട് അനുബന്ധമായിട്ടുള്ളായിരുന്നു ഒരു അക്കോമഡേഷൻ ഞങ്ങൾ എടുക്കുകയും ചെയ്തു. അങ്ങനെ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള കേരളത്തിലെ ഒരു കോട്ടയാണ് ബെക്കൽ കോട്ട അല്ലെങ്കിൽ ബെക്കൽ കോട്ട എന്നുള്ളത്. ഈ ബെക്കൽ കോട്ടയുടെ ചില ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. കേരളത്തിലെ വലിയ കോട്ടയും ഏഷ്യൻ വൻകരയിലെ വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു കോട്ടയാണ് ഈ ബെക്കൽ കോട്ട എന്നുള്ളത്. നമുക്കിതിൻ്റെ അത്രത്തോളം ഡീപ്പായിട്ടുള്ള ചരിത്രം പറയുന്നതിനേക്കാൾ നല്ലത് നമുക്കിതിൻ്റെ ഒരു ഔട്ടർ ലൈനായി പറഞ്ഞു പോകുന്നതാണ് നല്ലത്. ഡീപ്പായിട്ട് പറയുമ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് ഒത്തിരി നീണ്ടു പോകും. നമുക്ക് ഈ കോട്ടയുടെ ചില പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അറബിക്കടലിൻ്റെ തീരത്തായി 35 ഏക്കറിൽ ഏകദേശം 35 ഏക്കറിലോളം പരന്നു കിടക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള, അങ്ങനെ തന്നെ പറയണം, നിങ്ങൾ നോക്കൂ, ഞങ്ങൾ നടന്നു പോകുന്ന ആ നടപ്പാത തന്നെ നോക്കും, അത്രത്തോളം മനോഹരമായിട്ടുള്ള ഒരു കോട്ടയാണ് ഈ ബെക്കൽ കോട്ട എന്നുള്ളത്. അനവധി കോട്ടകൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്നും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ഈ ബെക്കൽ കോട്ടയ്ക്കുള്ളത്. ഈ കോട്ടയുടെ പൂർണ്ണമായിട്ടും കോട്ട നിർമ്മിച്ചിട്ടുള്ളത്, മറ്റു കോട്ടകളും ചെങ്കൽ കൊണ്ടാവാം എങ്കിൽ പോലും ഈ കോട്ട പൂർണ്ണമായിട്ടും നിർമ്മിച്ചിട്ടുള്ളത് വെട്ടുകല്ല് അല്ലെങ്കിൽ ചെങ്കൽ കൊണ്ടാണ്. അതിന് നടപ്പാത പോലും അവർ നിർമ്മിച്ചിട്ടുള്ളത്, അന്നത്തെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ളത് ചെങ്കൽ കൊണ്ടാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. ഈ കോട്ട 17-ാം നൂറ്റാണ്ടിൻ്റെ മധ്യ പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ് ചരിത്രത്തിൽ പറയുന്നത്. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ രീതിയിലാണ്. 17-ാം നൂറ്റാണ്ടിൻ്റെ മധ്യ അല്ലെങ്കിൽ 17-ാം നൂറ്റാണ്ടിൻ്റെ മധ്യയാണ് പൂർണ്ണമായിട്ടും കോട്ടയുടെ എല്ലാവിധ പണിയും അവസാനിച്ചിട്ടുള്ളത് എന്ന് ചരിത്രരേഖയിൽ പറയുന്നു. സോ നമുക്ക് കോട്ടയുടെ മറ്റു ചരിത്രം നോക്കാം. എനിക്ക് കോട്ടയുടെ ചരിത്രം പറയുന്ന മുമ്പ് തന്നെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഒരു 35 ഏക്കറിൽ ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു കോട്ട മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ടൂറിസം വകുപ്പ് എത്ര മനോഹരമായിട്ടാണ് കോട്ട കൈകാര്യം ചെയ്ത് പോകുന്നത് എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അത്രത്തോളം നീറ്റാണ്, പ്രധാനമായിട്ടും പറയുന്നത് അത്രത്തോളം നീറ്റാണ്. ടൂറിസ്റ്റുകാരുടെ അത്രത്തോളം ഒരു തള്ളിക്കയറ്റമൊന്നും ഇല്ലാത്തൊരു ഭാഗമാണ്. ഈ കോട്ടയ്ക്ക് ചുറ്റുമായിട്ടും അനവധി നിരീക്ഷണ ഗോപുരമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കയറി പോകാൻ പോകുന്നത് ഈ ഒരു നിരീക്ഷണ ഗോപുരത്തിൻ്റെ മുകളിലോട്ടാണ്. അതെല്ലാം വളരെ മനോഹരമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഒരു 300 വർഷത്തോളം പഴക്കം വരുന്നൊരു കോട്ട ഇപ്പോഴും വളരെ മനോഹരമായി അവർ ഒരു ഡാമേജും ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്. സോ നമുക്ക് ചരിത്രത്തിലോട്ട് തന്നെ പോവാം. ഈ പ്രദേശം പണ്ട് കദംബര രാജവംശത്തിൻ്റെയും അതുപോലെ തന്നെ ഈ മുഷിക രാജവംശത്തിൻ്റെയും കോലോത്തിരി രാജാക്കന്മാരുടെയും കീഴിലായിരുന്ന ഒരു പ്രദേശമാണ് ഈ കോട്ട സറൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രദേശം. അന്നിവിടെ കോട്ട ഉണ്ടായിരുന്നില്ല. കോട്ടയുടെ ഒരു ജസ്റ്റ് നമുക്കറിയുന്ന പോലെ ഒരു ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥലം മാത്രമായിരുന്നു, ഒരു സമുദ്രത്തിനോട് അനുബന്ധമായിട്ടുള്ള ഒരു സ്ഥലം മാത്രമായിരുന്നു. ആ പ്രദേശം കൈവശം വെച്ചിരുന്ന 3 രാജവംശത്തിൻ്റെ കീഴിലായിരുന്നു. ഒന്ന് കദംബര രാജവംശത്തിൻ്റെയും ശേഷം മുഷിക രാജവംശത്തിൻ്റെയും അതിനുശേഷം കോലോത്തിരി രാജാക്കന്മാരുടെയും കീഴിലായിരുന്നു ഈ സ്ഥലം. അതങ്ങനെ കൈമാറി വന്നതിന് ശേഷമായിരുന്നു ഈ സ്ഥലം അല്ലെങ്കിൽ ഈ പ്രദേശം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കീഴിലായി മാറിയത്. ഒരു പക്ഷേ അവർ പടവെട്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലായിക്കാരം അവരുടെ കയ്യിലായി വന്നിട്ടുണ്ടായിരുന്നത്. 1565 തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗരം പരാജയപ്പെട്ടതിന് ശേഷം, അതായത് വിജയനഗര സാമ്രാജ്യം 1565 തളിക്കോട്ട യുദ്ധത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം ഈ പ്രദേശം ബദിനൂർ രാജാക്കന്മാരുടെ അധീനയിലായി. അപ്പോൾ ഈ പ്രദേശം മാത്രമാണ് ബദിനൂർ രാജാവിൻ്റെ അല്ലെങ്കിൽ ആ രാജവംശത്തിൻ്റെ അധീനയിലായത്.
ഈ ബദിനൂർ രാജാവാണ് അല്ലെങ്കിൽ രാജവംശമാണ് 1645 മുതൽ 1660 കാലയളവിൽ, ഈ 15 വർഷത്തിൻ്റെ കാലയളവിൽ കോട്ട നിർമ്മിക്കാനായിട്ടുള്ള ഒരു മുൻകൈ എടുത്തതും അവരാണ് ഇതിൻ്റെ തറക്കല്ലിട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവരാണ് ഇതിൻ്റെ പണി തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. ശേഷം 1763 ഈ കോട്ട മൈസൂർ രാജാവായിട്ടുള്ള ഹൈദരാലി കീഴടക്കുകയും കൂടാതെ തന്നെ ടിപ്പുവിൻ്റെ കാലത്ത് ഈ കോട്ട തുളുനാടിൻ്റെയും മലബാറിൻ്റെയും ഒരു പ്രധാന കേന്ദ്രമായിട്ട് അവർ അതിനെ കാണുകയുണ്ടായി. കാരണം ഇവരുടെ യുദ്ധത്തിനൊക്കെ എല്ലാം വളരെ ഒരു എന്താ പറയുക, നമുക്ക് അവരുടേതായ ചില ആയുധങ്ങൾ കരുതി വെക്കാൻ വേണ്ടിയിട്ടും, ഇല്ലെങ്കിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് യുദ്ധമുള്ള സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവർ ഈ ഭാഗമായിരുന്നു കേന്ദ്രീകരിച്ച് അവരുടെ സൈന്യം കേന്ദ്രീകരിച്ചിരുന്ന ഒരിടം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ശേഷം ടിപ്പുവിൻ്റെ പരാജയശേഷം, അതായത് 1791 ടിപ്പു മരണപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ ടിപ്പുവിൻ്റെ പരാജയത്തിന് ശേഷം ഈ കോട്ട ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. അങ്ങനെ ബ്രിട്ടീഷുകാരും ഈ കോട്ട വളരെ വർഷങ്ങളോളം, ഏകദേശം ഒരു 100-200 വർഷത്തോളം ബ്രിട്ടീഷുകാരായിരുന്നു ഈ കോട്ട കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഈ കോട്ടയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ നോക്കാം. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് തന്നെ എനിക്കെടുത്ത് പറയേണ്ട പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ കോട്ടയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഒരു അത്രത്തോളം വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഒരു കോട്ടയാണ് ഈ കോട്ട. മെയിനായിട്ട് നടപ്പാത, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് 2 സൈഡിലും ചെടികൾ വെച്ച് നട്ട് പിടിപ്പിച്ചിട്ടുള്ളത്, അതെല്ലാം വളരെ എടുത്തു പറയേണ്ട കാര്യമാണ്. നമുക്ക് മറ്റു പ്രത്യേകത നോക്കാം. കോട്ട പൂർണ്ണമായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നിർമ്മിച്ചിട്ടുള്ളത് ചെങ്കൽ കൊണ്ടാണ് പൂർണ്ണമായിട്ടും കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. ഭൂരിഭാഗവും ഒരു കടലിനാൽ ചുറ്റപ്പെട്ടുള്ള, ഒരു 3 ഭാഗം ഏകദേശം ഒരു കടലിനാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള നിർമ്മിതിയാണ് ഈ കോട്ടയുടെ. അതും വളരെ ഉയർന്ന രീതിയിൽ കോട്ട സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ഉയർത്തിയാണ് ഇവർ പണി കഴിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരു പക്ഷേ കടലിൽ നിന്നും വരുന്ന യുദ്ധസമയത്ത് വരുന്ന വെടിവെപ്പോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മിസൈൽ ആക്രമണമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെറുക്കാൻ വേണ്ടിയിട്ടാവാം ഈ സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയർന്ന രീതിയിലാണ് ഈ കോട്ട പണി കഴിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ കോട്ടയ്ക്ക് അനവധി നിരീക്ഷണ ഗോപുരമുണ്ട്. ഇപ്പോൾ ഞാൻ കയറി നിന്നിട്ട് ഈ വീഡിയോസ് എടുക്കുന്നത് ഒരു കോട്ടയുടെ ഒരു നിരീക്ഷണ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്നാണ്. വളരെ മനോഹരമായ കാഴ്ചയാണ് ശരിക്കും ഈ നിരീക്ഷണ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ കോട്ടയുടെ സറൗണ്ടായിട്ട് മറ്റു ഭാഗങ്ങളെല്ലാം കാണുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. കൂടാതെ തന്നെ ഈ കോട്ടയ്ക്ക് അനവധി തുരങ്കങ്ങളുണ്ട്. അതെല്ലാം ഒരു പക്ഷേ യുദ്ധകാലത്തോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സമയത്തോ ഒരു പക്ഷേ പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ളതാവാം. പിന്നെ തന്നെ മറ്റു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഈ കോട്ടയ്ക്ക് ഉള്ളിലായി ഒരു ആഞ്ജനേയ ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട്. അത് കോട്ടയ്ക്ക് ഉള്ളിലായിട്ടാണ്. കൂടാതെ തന്നെ കോട്ടയ്ക്ക് വെളിയിലായിട്ട് ഹൈദർ അലിയുടെ, അതായത് മൈസൂർ സുൽത്താനായിട്ടുണ്ടായിരുന്ന ഹൈദർ അലിയുടെ മകൻ ടിപ്പു സുൽത്താൻ നിർമ്മിച്ചിട്ടുള്ള ഒരു വലിയൊരു മുസ്ലിം പള്ളി ഈ കോട്ടയ്ക്ക് പുറത്തായിട്ടുണ്ട്. ഒരുപക്ഷെ അന്ന് ഞങ്ങൾ ആ പള്ളി കണ്ടു കഴിഞ്ഞപ്പോൾ സാധാരണ ഒരു പള്ളി ആണ് എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ അതിനെ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ തിരിച്ചു പോരുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ ലഡാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കോട്ടയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോഴാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ കോട്ടയുടെ അടുത്തുണ്ടായിരുന്ന ആ വലിയ പള്ളി അത് ഹൈദർ അലിയുടെ മകൻ ടിപ്പു സുൽത്താൻ നിർമ്മിച്ചിട്ടുള്ള ആ വലിയ ഒരു മുസ്ലിം പള്ളിയാണെന്നുള്ളത്. അതായത് ഏകദേശം 100-200 വർഷത്തോളം അല്ലെങ്കിൽ അതിലപ്പുറം പഴക്കം ചേർന്നിട്ടുള്ള ഒരു പള്ളി കൂടിയാണത്. സോ ഞങ്ങളുടെ ലഡാക്ക് ട്രിപ്പിൻ്റെ ആദ്യ യാത്രയിലെ ഫസ്റ്റ് ദിവസത്തെ ആദ്യ കാഴ്ചയായിരുന്നു ഈ ബെക്കൽ ഫോർട്ട് അല്ലെങ്കിൽ ബെക്കൽ കോട്ട എന്നുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള നിർമ്മിതിയാണ് ഈ കോട്ടയുടെ. ഏകദേശം 35 ഏക്കർ നടന്ന് കാണാനുണ്ട് ഈ കോട്ട. അത്രത്തോളം സറൗണ്ടായിട്ട് വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഏരിയയാണ്. പക്ഷേ ഞങ്ങൾ കോട്ടയുടെ ഒരു നിരീക്ഷണ ഗോപുരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാവുന്ന, ക്യാമറ കൊണ്ട് ഒപ്പിയെടുക്കാൻ കഴിയാവുന്ന അത്രത്തോളം മനോഹരമായ കാഴ്ചകളെല്ലാം എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്നും തിരികെ ഞങ്ങളുടെ ലഡാക്ക് ട്രിപ്പിൻ്റെ ആദ്യ ദിനം തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷേ നിങ്ങൾ റോഡ് മാർഗം പോകുമ്പോൾ നമുക്ക് NH നാഷണൽ ഹൈവേ വഴി പോവാം, അതുമല്ലെങ്കിൽ നമുക്ക് മാംഗ്ലൂർ പോയിട്ട് ഫ്ലൈറ്റ് വഴി അവിടെ പോയിട്ട് ഇറങ്ങാം. ട്രെയിനെല്ലാം ഉണ്ട്. സോ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറയുമ്പോൾ ഈ കോട്ടയ്ക്ക് അനുബന്ധിച്ചിട്ടാണ് നമ്മുടെ കാഞ്ഞങ്ങാട് ടൗണ്, കാസർഗോഡ് ടൗൺ എല്ലാം സ്ഥിതി ചെയ്യുന്നത്. സോ നമുക്ക് കാസർഗോഡ് ടൗണ് കേന്ദ്രീകരിച്ചാണ് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഓട്ടോ എടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ സ്വന്തമായി വാഹനമുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് തന്നെ നമുക്ക് കോട്ട കാണാൻ പോകാവുന്നതാണ്. വളരെ മനോഹരമായൊരു നിർമ്മിതിയാണ് ഈ കോട്ടയുടെ.
ഞങ്ങൾ വീട്ടിൽ നിന്നും പോരുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. നമ്മുടെ ഓരോ സംസ്ഥാനത്തും ഞങ്ങളുടെ ലഡാക്ക് യാത്രയിൽ നാം കാണാത്ത, നമ്മുടെ യാത്രയുടെ വഴികളിൽ നാം കാണാത്ത പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കണ്ട് കവർ ചെയ്ത് പോവുക എന്നുള്ളൊരു ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞങ്ങളുടെ യാത്ര എന്ന് പറയുമ്പോൾ വെറും 17 ദിവസം കേന്ദ്രീകരിച്ചിട്ടുള്ള യാത്രയാണ്. ലഡാക്കിൽ എത്തി അവിടുന്ന് തിരികെ വീട്ടിലെത്താൻ വേണ്ടി 17 ദിവസം വേണം. അപ്പോൾ ഈ ഒരു 17 ദിവസത്തിനകത്ത് കവർ ചെയ്യാൻ കഴിയുന്ന സ്ഥലങ്ങളെല്ലാം കണ്ടു പോവുക എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചിന്തിച്ചപ്പോൾ യാത്രാ മധ്യേ ഞങ്ങൾക്ക് കാണാൻ പറ്റാവുന്ന ചില സ്ഥലങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ ബെക്കൽ ഫോർട്ട് എന്നുള്ളത്. ഇവിടെ കയറുമ്പോൾ എൻട്രി ഫീസ് എന്തോ ഒരു 20 രൂപ 30 രൂപ അങ്ങനെ എന്തോ ഉണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. വളരെ വൃത്തിയായിട്ട് സർക്കാർ ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യം. അത്രത്തോളം ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് ബെക്കൽ ഫോർട്ട് എന്നുള്ള ഈ ഒരു കോട്ട. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യുക. താങ്ക്